ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം ബി ലൈറ്റ് എന്ന ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ. അത് ആഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് നോക്കാം. എനിക്ക് ദൈവത്തെ അറിഞ്ഞതിലൂടെ എനിക്ക് നൽകിയ കൃപകളെ ഓർത്ത് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നും ഒരു ക്രിസ്ത്യാനിയായി മതം മാറി ആണ് വിവാഹം ചെയ്തത്. സ്നാനമേറ്റു. പിന്നെ കുറച്ച് 2-3 വർഷങ്ങൾക്കപ്പുറമാണ് 5-6 വർഷങ്ങൾക്കപ്പുറമാണ് ബപ്തിസ്മ സ്വീകരിച്ചത്, ദൃഢപ്പെടുത്തൽ എടുത്തത്. അത് ദൈവത്തെ അറിഞ്ഞും രുചിച്ചും ഒന്നോടൊന്ന് ചേർന്ന് ദൈവത്തെ കൂടുതൽ അറിഞ്ഞതിൽ പിന്നെയാണ് തിരുവത്താഴം എടുക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയത്. അത് സ്വീകരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലുണ്ടായ ഒരു ഭയം, ഒരു വിറയൽ, അത് ആദ്യമായിട്ട് ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ സമയം വരെ, അല്ലെ ഈ നിമിഷം വരെയും ദൈവം എന്നെ കാത്തു പരിപാലിക്കുന്നു എന്ന് തന്നെ 100% എനിക്ക് ഉറപ്പോടുകൂടി പറയുവാൻ എനിക്ക് കഴിയും. ഈ ദൈവവചനത്തിലൂടെ ആദ്യമൊന്നും ദൈവവചനങ്ങൾ വായിക്കുവാനോ വായിക്കുകയോ ഒന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും, ജസ്റ്റ് ഒന്ന് പള്ളിയിൽ പോകും, ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരിപ്പോൾ ചിന്തിക്കാം, എത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ദൈവം എനിക്കൊന്നും നൽകിയിട്ടില്ല എന്ന പരാതി മാത്രമേ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നതുപോലെ എൻ്റെ ജീവിതത്തിലും ഞാൻ ഈ മതം മാറി വിവാഹം കഴിഞ്ഞതിൽ തൊട്ട് ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, മുടങ്ങാറില്ലായിരുന്നു. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ പ്രയാസങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന ബലഹീനതകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓടി പോയി 10 വർഷവും ഈ ഒന്നിനു പുറകെ ഇങ്ങനെ ഉണ്ടായി 7 ലക്ഷം രൂപയോളം കടങ്ങൾ മാത്രം അല്ലാതെ വേറെ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ വന്നപ്പോഴത്തേക്കും പ്രാർത്ഥിച്ച് എല്ലാവരും പറയുന്ന വീടെങ്കിലും മാറി നമുക്ക് താമസിച്ച് നോക്കാമെന്നോർത്ത്. എൻ്റെ അമ്മ പറഞ്ഞു, നീ പോകുന്നതൊക്കെ കൊള്ളാം, അതായത് എൻ്റെ വീട്ടിൽ ഹിന്ദുവാണ്, അപ്പം ആ മതാചാരം അനുസരിച്ച് നീ അങ്ങോട്ട് പോകുകയോ ഒന്നും ചെയ്യാതെ മാതാവിൽ വിശ്വസിച്ച് നീ നിന്റെ പ്രാർത്ഥനകൾ കഴിച്ച് നീ ചെല്ലുക, അതിനുള്ള നന്മ ദൈവം നൽകും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാറി താമസിച്ചു. ഞങ്ങൾ കൃത്യം 7 മണിയാകുമ്പോൾ കുടുംബ പ്രാർത്ഥന തുടങ്ങും. കുടുംബ പ്രാർത്ഥന തുടങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് കാണില്ല, മക്കളും ഞങ്ങൾ മാത്രം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ വർഷങ്ങളിൽ ഭർത്താവിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ ഞങ്ങൾ ആദ്യമേ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ഉണ്ടായതാണ് ഈ മുട്ടുവേദനയും മൂത്ത കൊച്ചിൻ്റെ തലവേദനയും. ആ തലവേദന വരുന്ന സമയത്ത് രക്തം, അതായത് ചോരയായിട്ടാണ് ഛർദ്ദിക്കാറുള്ളത്. ഞങ്ങൾ അനേക ആശുപത്രികളിൽ പോയി സ്കാൻ ചെയ്തു, പിന്നെ അതിൻ്റെതായ രീതിയിലുള്ള ചികിത്സകളൊക്കെ നടത്തി, കണ്ണാടി ഇട്ടു, എല്ലാം ചെയ്ത് നോക്കി. പക്ഷെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ തലവേദന വന്നു കഴിഞ്ഞാൽ ചോരയാണ് ഛർദ്ദിക്കുന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടിങ്ങനെ പോന്നു. ഭർത്താവിനും കുറേയേറെ ചികിത്സിച്ചു, കാലിൻ്റെ വേദന മാറില്ല. അപ്പം മുട്ടിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെയേറെ വ്യസനത്തോടു കൂടിയാണ് വേറൊരു വീട്ടിലേക്ക് ഞങ്ങൾ മാറിപ്പോകുന്നത്. അപ്പം ഞങ്ങൾ ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിനക്ക് പണിയണമെങ്കിൽ തന്നെ ഓപ്പറേഷൻ ചെയ്തതല്ലാതെ നിനക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. പാറമട കയറി കംപ്രസർ വണ്ടി ഓടിക്കാനോ ആ കുഴി തുളയ്ക്കുവാനുള്ള പണിയൊന്നും ചെയ്യുവാൻ നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് 100% ആ ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഇത് പ്രാർത്ഥനയിൽ വെച്ച് എനിക്ക് അത്രയധികം വചനത്തിൽ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഒന്നുമില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് 7 മണിയാകുമ്പോൾ ഇരുന്ന് 2 പാട്ട് പാടും. 3 പാട്ടാണ് പാടുന്നത്. 3 പാട്ട് പാടും. ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു 2 മിനിറ്റ് അല്ല 5 മിനിറ്റ് ആയിരിക്കും ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, എനിക്ക് പുള്ളി തന്നെ വന്നിരുന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കാലുവേദന എന്ന് പറഞ്ഞു. കാലുവേദന ഇല്ല,
ഒട്ടുമില്ല കാലുവേദന. അന്നേരം പറയുന്നത് കാലുവേദന എനിക്ക് അറിഞ്ഞില്ല, ഒന്നും അറിയത്തില്ല. ഡോക്ടർ പറഞ്ഞ ഈ ഓപ്പറേഷൻ ചെയ്യാതെ നിന്നെക്കൊണ്ട് ഒരു പണിയും ചെയ്യാൻ സാധിക്കില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ ആ പ്രാർത്ഥന, ഞങ്ങൾ സമർപ്പിച്ച കണ്ണീരോടുള്ള പ്രാർത്ഥന മൂലം അത് ഇല്ലാതെയായി. ഇവിടെ ഞങ്ങൾ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച മാതാവിനോട് 7 ദിവസത്തെ ധ്യാനം ഞങ്ങൾ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചു. ഞാനും മക്കളുമായിട്ട് ഇങ്ങനെ പോകുവാനായിട്ട് ആദ്യത്തെ വെള്ളിയിൽ തന്നെ എനിക്ക് വേറെ എന്തോ പ്രോഗ്രാം വന്നായിരുന്നു. അപ്പം ഞാൻ ആ പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചിനോട് പറഞ്ഞു, എന്നാൽ നീ പൊക്കോ, പള്ളിക്കൂടത്തിൽ പൊക്കോളാൻ പറഞ്ഞ് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു തലവേദന വന്നു. തലവേദന വന്നപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഗുളിക കൊടുത്തിട്ട് രണ്ടാമത്തെ കൊച്ചിനെ വണ്ടി കയറ്റി വിടാനായിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ഗുളികയും ഛർദ്ദിച്ച് രക്തച്ചോരയായിട്ട് ഛർദ്ദിച്ചിട്ടിട്ട് കിടക്കുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നോക്കി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തന്നെ പോയി. അന്നാ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ ധ്യാനത്തിൽ പങ്കെടുക്കാം എന്നുള്ള ധാരണയിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആശുപത്രിയുടെ ആ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് ഒറ്റ മനസ്സായി തോന്നി, നമുക്ക് ആദ്യം ധ്യാനം കൂടാം, ധ്യാനം കൂടിയതിന് ശേഷം വന്നിട്ട് ആശുപത്രിയിൽ പോയിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് കൊച്ചിനോട്. ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല, ഉപവാസത്തോടു കൂടിയാണ് പോകുന്നത്. 100 രൂപയെ കയ്യിലുള്ളൂ. ഞാൻ ചെന്നപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആ ധ്യാനത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു വന്നു. വീട്ടിൽ വന്നപ്പം ചെറുതായിട്ട് ഉള്ള ലേശമുള്ള തലവേദന ഉണ്ടായിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ആ തലവേദന ഒട്ടും ഇല്ലാതെയായി. ഇപ്പോൾ 6-7 വർഷമായി ഇതുവരെ കുഞ്ഞിന് ആ തലവേദന ഉണ്ടായിട്ടില്ല. ദൈവം അതിൽ നിന്നും എല്ലാം കാത്ത് പരിപാലിച്ചു. ആദ്യത്തെ സ്റ്റെപ്പ് എൻ്റെ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. എന്നും കുടുംബ പ്രാർത്ഥന നടത്തുമായിരുന്നു. 7 മണിക്കൊക്കെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ടാണ് പാസ്റ്റർമാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു പാസ്റ്റർ പറഞ്ഞു, എന്നോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ടതെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ അതായത് മുമ്പ് ഇരുന്ന പാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കും, പാസ്റ്റർ താഴേക്ക് നോക്കും, ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരുന്നു. അപ്പം ഒരു മീകായുടെ പുസ്തകത്തിൽ എന്തോ ഒരു വചനം പറഞ്ഞായിരുന്നു, പക്ഷെ ഓർമ്മയുണ്ട്, അത് ഏത് ഭാഗമാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. അപ്പം ആ ഭാഗം എടുത്തിട്ട് വായിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ കിടന്ന് തപ്പിക്കൊണ്ട് റെഫറൻസ് എടുക്കാൻ അറിയത്തില്ല. അപ്പം കൊച്ചെടുത്ത് തന്നു, വായിച്ചിട്ട് പറഞ്ഞു, ആ പാസ്റ്റർ പറഞ്ഞു, ഇത് എന്ന് പറയുന്നത് നിങ്ങൾ മതം മാറി വിവാഹം ചെയ്തു എന്നതല്ലാതെ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല, അതായത് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇനി ഞാൻ വരുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായി ഇരിക്കണം എന്ന് അവർ പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയ ഒരു ദൂതായിട്ട് ഞാനത് എടുത്തു, മനസ്സിൽ സ്വീകരിച്ചു. അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിപ്പഠിക്കണം, ആ പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലിപ്പഠിക്കണം, ചൊല്ലിയിട്ട് എൻ്റെ പാട്ട് പാടുക, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓരോ അത്ഭുതങ്ങളും ഓരോ അടയാളങ്ങളൊക്കെ ഓരോ പ്രയാസങ്ങളിൽ നിന്ന് ദൈവം മാറ്റം നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അതായത് ഒരു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരോടും ഒന്നും സംസാരിക്കുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആരോടും ഒന്നും കൂടുതൽ സംസാരിക്കാറില്ല. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി മാത്രമേ പറയുള്ളൂ, അതിൽ കൂടുതലൊന്നും ഞാൻ സംസാരിക്കാറില്ല. അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പേടി, ആരെ കണ്ടാലും പേടി, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്നേരം സാർ പറഞ്ഞു, എന്നാൽ ഒരു മൊഴി പ്രസംഗം കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് ഓർക്കണം. അപ്പോൾ ആ സാർ തന്നെ എഴുതി തന്ന് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അതും വായിച്ച് ഒരു പാട്ട്, യേശുവിൻ്റെ മുൾക്കിരീടം ചൂടി വരുന്നതും ക്രൂശിൽ തറയ്ക്കപ്പെടുന്നതും ആ രക്തം വാർന്നൊലിക്കുന്നതും, അത് ഒരു പാട്ടുണ്ട്. അപ്പം ആ പാട്ട് ഞാൻ ഇട്ട് ആ രംഗം എൻ്റെ മനസ്സിനുള്ളിലോട്ട് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആദ്യത്തെ ആ പ്രസംഗം ദൈവ അനുഗ്രഹത്തിൽ അത് ഞാൻ പറഞ്ഞു. അവിടെ പുൽപ്പിറ്റിയിൽ നിന്ന് പറയുവാൻ ദൈവം എനിക്ക് അനുഗ്രഹം നൽകി. അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ കുറേ അങ്ങനെ ബൈബിൾ വായിക്കാനും തുടങ്ങി. കുറച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ സംസാരിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടാമത്തെ ഒരു വീട് മാറി, സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങി അവിടത്തേക്ക് ഞങ്ങൾ മാറി താമസിച്ചു. ആ സമയത്താണ് ഈ കൊറോണ വന്ന് പിടിച്ചത്. ഈ കൊറോണ വന്ന സമയത്ത് അധികം പള്ളിയിലൊന്നും പോക്കൊന്നുമില്ല.
അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെ 2-3 ആഴ്ചയൊക്കെ ഞാൻ തന്നെ ഇരുന്ന് ആരാധനകൾ നടത്തി. അപ്പം പിള്ളേർ അമ്മ വീട്ടിലായിരുന്നു. അപ്പം ഞാനിരുന്ന് ആരാധനകൾ നടത്തുമോ, അതിൻ്റെ നേർച്ച കാഴ്ചകളൊക്കെ മാറ്റി വെച്ച് ഞാനിങ്ങനെ ആരാധന നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ എപ്പോൾ വേണേലും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അത് നല്ലതായ രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു. ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളിലും ഭർത്താവ് വണ്ടി ഓടിക്കാനാണ് ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോയി വരുമ്പോൾ യാതൊരു ആ കൊറോണകളിൽ മാറി ഒരു ഇത് പോലും മാറി നിൽക്കുവാൻ ദൈവം അനുഗ്രഹിച്ച് ദൈവം ഇടയാക്കിയിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു. കുറേയൊക്കെ കടബാധ്യതകളൊക്കെ മാറി. അങ്ങനെ കുറേ സുഖജീവിതമായി നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തു പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സാഹചര്യങ്ങൾ കൂടുമ്പം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദൈവത്തെ മറന്നു പോകും. ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തെ മറന്നു പോകും. അതുപോലെയാണ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത ഒരവസ്ഥയായിപ്പോയി. കടയിൽ ഒരു ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് നോക്കിക്കൊണ്ടിരുന്നപ്പം വൈകുന്നേരം 7 മണിക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ 9:30-10 മണിയൊക്കെ ആയിപ്പോകും. ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ച് തീരണം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോകും. അത് കഴിഞ്ഞപ്പം ഇങ്ങനെ പ്രാർത്ഥന അപ്പം ആ സമയത്താണ് ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയം എൻ്റെ ഫോണിൽ. അപ്പം ഞാൻ ആ ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നപ്പം അപ്പം നമ്മൾ എന്നെ അതിലങ്ങ് നോക്കിയിരുന്ന സമയങ്ങളിൽ ഓരോ പ്രാർത്ഥനകളും നോക്കും, പാട്ടുകളും നോക്കും. ഇങ്ങനെ ഓരോന്നും വെച്ച് വിട്ടച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഓരോ പണിയൊക്കെ നടത്തും. അത് കഴിഞ്ഞിട്ട് എന്തെന്ന് വെച്ചാൽ കുറേ കൂട്ടുകാരൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ചെറിയൊരു ബിസിനസ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായി അങ്ങനെ കുറേയൊക്കെ നമ്പറുകൾ കൊടുത്തു. അങ്ങനെ കുറേ പേര് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പം ഞാൻ ഈ മൊബൈലിലാണ് കൂടുതൽ സമയം ചിലവാക്കിപ്പോയി. അപ്പോൾ പക്ഷെ സമയം ചിലവാക്കുന്നതെന്ന് വെച്ചാൽ തെറ്റായ രീതിയിൽ സമയം ചിലവാക്കിയില്ല. പ്രാർത്ഥനയുടെ മറ്റെല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങ് പോകും. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്നപ്പം, രാത്രിയിൽ ഉറങ്ങിക്കിടന്നപ്പം ഞങ്ങൾ പഴയൊരു ജോർജ് പാസ്റ്റർ എന്നുണ്ട്. ആ പാസ്റ്റർ എൻ്റെ അടുക്കൽ വന്നിരുന്നിട്ട് ലതേ എന്ന് വിളിക്കുന്ന പോലെ. അപ്പം ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് സാറിൻ്റെ അടുത്ത് ചെന്നപ്പം സാറ് ഒരു വലിയൊരു പേപ്പർ, A4 ഷീറ്റ് പോലത്തെ ഒരു നല്ല വെള്ള പേപ്പർ തന്നേന്ന് പറഞ്ഞു. സാറ് കുറച്ച് അകലം അങ്ങോട്ട് മാറി നിന്നിട്ട് എന്നോട് പറഞ്ഞു, നീ രക്ഷിക്കപ്പെട്ടവളാണെന്ന് പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. കാറ് എണീറ്റ് കൂവി. ഞാൻ എഴുന്നേറ്റ് നിന്നപ്പം ഭർത്താവ് എണീറ്റ് എന്നാടിന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന പോലെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പം എന്താണ് തെറ്റെന്നുള്ളത് എനിക്കപ്പോൾ ബോധ്യമായില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിരുന്ന് പിള്ളേരെല്ലാം സ്കൂളിൽ വിട്ട് ഭർത്താവ് പണിക്ക് പോയി. ഞാൻ കുറേ പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാൽ മൊബൈൽ ഇച്ചിരി എടുത്ത് നോക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ മൊബൈൽ എടുത്ത് കയ്യിൽ ഓൺ ചെയ്തില്ല. എടുത്തപ്പോഴത്തേക്കും പറഞ്ഞ്, ഇതാണ് നിൻ്റെ തെറ്റ് എന്നുള്ളത് ആ ബോധ്യം എനിക്ക് ഉണ്ടായി. അന്ന് മുതൽ അതിൽ കൂടുതൽ ചിലവാക്കാൻ, സമയങ്ങൾ അതിൽ കളയാതെ ഞാൻ തന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഏഞ്ചൽ ആൻറ്റി എന്ന് പറയുന്ന ആൻറ്റി എന്നെ വിളിച്ചു. ഞാനിങ്ങനെ ദുഃഖിച്ചിരുന്ന് ആ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ആൻറ്റി എന്നെ വിളിക്കുന്നത്. അപ്പം ആൻറ്റി എന്നോട് ചോദിച്ചു, എന്താ ലതാമ്മ എപ്പോഴും ഈ മൊബൈലിൽ നോക്കിയിരിക്കണേന്നൊക്കെ ചോദിച്ചു. ഇല്ല ആൻറ്റി, ഇതാണ് വിഷയം, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇല്ല, നിനക്ക് വായിക്കാൻ അറിയാം, അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന തിരുവചനങ്ങൾ നീ തന്നെ വായിക്കണം. അല്ലാതെ വായിക്കാനോ കേൾവിയില്ലാത്തവർക്ക്, അതായത് യേശുവിനെക്കുറിച്ച് അറിയാത്തവരാകണം ഈ യൂട്യൂബിൽ വരുന്നതും ടി വിയിൽ വരുന്നതൊക്കെ കേട്ടും അറിഞ്ഞും ഒക്കെ യേശുവിനെ അറിയേണ്ടവർ. നിനക്ക് ബൈബിൾ വായിക്കാൻ അറിയാവുന്നത് കൊണ്ട് നീ ബൈബിൾ തന്നെ വായിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ശരി ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പം എനിക്കിതിൽ നിന്ന് നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, യേശു നിന്നെ അധികം സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ വഴി മാറുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. എന്നാൽ ശരി ആൻറ്റി എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ പിന്നെയും തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവാസം എടുക്കാൻ തുടങ്ങി, നോമ്പുകൾ തുടങ്ങി. ആ നോമ്പിൻ്റെ സമയത്ത് ഓരോ മൊഴികളൊക്കെ തരാറുണ്ട്. എന്നാലും എനിക്കൊരു പേടി സംസാരിക്കാൻ. എന്നാന്ന് വെച്ചാൽ മലയാളത്തിൽ സംസാരിക്കണമല്ലോ എന്നൊക്കെ പേടിച്ച് ഞാൻ മാറി നിൽക്കാറുണ്ട്. അപ്പം അങ്ങനെ സാറ് വരുന്ന പാസ്റ്റേഴ്സ് അങ്ങനെ പറയും, ഞാൻ വേണ്ട, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം ആ സമയത്ത് ഞാൻ മൊഴി പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. പക്ഷേ അത് കൊടുത്തിട്ട് വന്നപ്പോൾ എനിക്കൊരു പേടി, ഭയം ഉള്ളിലോട്ട്, ഭയങ്കര എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെയുള്ള ഒരു ഭയം എൻ്റെ ഉള്ളിലേക്ക് കിടന്നു. ഞാൻ ഞങ്ങളുടെ പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് തോന്നുന്നു എന്ന്. അപ്പം
നിനക്ക് എന്തേ സംസാരിച്ചു കൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഒരു ദിവസം ഉപവാസത്തോടു കൂടി ഇരുന്നപ്പം ഞങ്ങളുടെ പള്ളിയിലെ പാസ്റ്റർ വിളിക്കുകയാണ്. ലത ഉപവാസമാണോ അതോ നോമ്പ് 50 നോമ്പ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ 50 നോമ്പ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ലതയ്ക്ക് ഇത് സംസാരിക്കാൻ പറ്റും, നിന്നെ കൊണ്ട് സാധിക്കാത്ത ദൈവം നിന്നെ കൊണ്ട് സാധിപ്പിക്കും, നീ എന്തിന് പിന്മാറണം, ആ സാത്താൻ്റെ പ്രവൃത്തികളാണ് നിന്നെ അതിൽ നിന്ന് വഴിതെറ്റി പോകുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ ഫോണിൽ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ചങ്കിൻ്റെ അകത്തുനിന്ന് എന്തോ ഒരു രൂപം പിടിച്ചു പറിച്ച് അങ്ങോട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നി. ആ നിമിഷത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പെസഹ വ്യാഴാഴ്ച ആരാധന നടത്തിക്കൊള്ളാമെന്ന്, ആ മെസ്സേജ് കൊടുക്കാം എന്ന് ഞാൻ അറിയാതെ തന്നെ പറഞ്ഞു പോയി. പക്ഷെ ആ കൊല്ലം എനിക്ക് പറയാൻ പറ്റിയില്ല, പോയി. ദൈവത്തോട് കൂടുതൽ അടുത്ത് വരുമ്പോൾ ഒത്തിരിയേറെ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ അങ്ങ് വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വീട് പെരവണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും കുറച്ചുകൂടെ എന്ത് ചെയ്തു, പ്രാർത്ഥനയിൽ നിന്ന് കുറച്ചുകൂടെ അകന്നകന്നു പോയി. പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ആ കൂടുതൽ ആ രീതിയിൽ ഉണ്ടായിരുന്ന ദൈവത്തോടുള്ള ഒരു അടുപ്പം കുറഞ്ഞു പോയി. ഇപ്പം നമ്മൾ ചിന്തിക്കുക, എന്തോരം പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു മറുപടിയും കിട്ടുന്നില്ല. നീ പള്ളിയിൽ പോയി എന്താ സാധിച്ച, നിനക്ക് എന്താ ദൈവം നൽകിയ എന്ന് ചോദിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം അത്രയധികം മഹിമയോടെ മഹത്വത്തോടെ എന്നെ നിലനിർത്തിയിരിക്കും. അപ്പം അങ്ങനെ പലരോടും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറ്റാത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഞാനും ഉൾപ്പെടെ അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നവരും അങ്ങനെ തന്നെയാവാം. എന്തോരം പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്കൊരു മറുപടി തന്നില്ലല്ലോ, എൻ്റെ പ്രശ്നത്തിനൊരു മറുപടി തന്നിട്ടില്ലല്ലോ, എൻ്റെ കാര്യങ്ങൾ ഇതുവരെ സാധിച്ച് തന്നിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ദൈവസന്നിധിയിലൂടെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് സംസാരിക്കും. ഞാൻ ഇരുന്നുകൊണ്ട് തന്നെ സംസാരിക്കും. ഞാൻ ഇത്രയും ചെയ്തിട്ടും എന്നോട് ഇങ്ങനെ കാണിക്കണമായിരുന്നു ദൈവമേ, ഞാൻ ഇത്രയും അടുത്ത് നിന്നോട് തന്നെ, നീയല്ലേ ഒരു അഭയം എന്ന് വിചാരിച്ച് ഞാൻ നടക്കുമല്ലേ, അപ്പം എനിക്കിട്ട് തന്നെ ഇത് കിട്ടണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്ന പ്രാർത്ഥനയോട് ആ ബൈബിൾ ഇങ്ങനെ മറിച്ച് കാണിക്കുക, നീ ബൈബിൾ വായിക്കണം എന്ന് പറയും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ബൈബിള് തൊടാറേയില്ല. ആ ഒരു മാസം ബൈബിളെ തൊട്ടിട്ടില്ല, അതിലറിഞ്ഞിട്ടില്ല, വായിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. ഇങ്ങനെ അങ്ങ് തുടങ്ങുമ്പോൾ ദൈവം എന്ന് എൻ്റെ കരത്തിൽ കൈ പിടിച്ചുവോ അന്ന് മുതൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ അടുത്ത് തന്നെയുണ്ട് എൻ്റെ കരം. പക്ഷെ വിട്ടിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് അകന്നു പോകുന്നു. പക്ഷെ ദൈവം അകത്തി വിടാതെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ കടന്നു വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നാളിങ്ങനെ ബൈബിൾ വായിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഒക്കെ ഇരുന്നു. അപ്പോൾ ഒരു ഏപ്രിൽ മെയ് ജനുവരി 3-ാം തീയതി ആകുമ്പോൾ അന്നത്തെ ഞായറാഴ്ച ആരാധനയിൽ ഞാൻ കടന്നു ചെന്നപ്പം കൈക്കാരൻ എനിക്കൊരു പാഠം കൊണ്ടു തന്നു. 2ാം പാഠം വായിക്കേണ്ടതായിട്ട് കൊണ്ടു തന്നു. അത് കൊണ്ടു തന്നപ്പോൾ ഞാനത് മേടിച്ച് ബൈബിൾ തുറന്ന് അത് വായിച്ചപ്പം അതെൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. അപ്പം ഞാൻ പലപ്പോഴും ചിലപ്പം എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്ന വചനം ചിലപ്പോൾ വേറൊരാൾക്ക് കൈമാറിയാണ് കൊടുക്കാറുള്ളത്. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് കൊടുക്കാനും തോന്നിയില്ല, പക്ഷെ അത് തന്നെ വായിക്കണമെന്ന് തോന്നി. കൊലോസ്യരിലെ ലേഖനം 4-ാം അധ്യായത്തിൽ അങ്ങോട്ട് വായിപ്പിച്ചപ്പോൾ അതിൻ്റെ 1-ാമത്തെ ഭാഗം ഇങ്ങനെയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, ജാഗ്രതയോടെ ഉറ്റിരിപ്പിൻ. പക്ഷേ ആ പ്രാർത്ഥന നമ്മൾ ചെയ്യാറില്ല, ജാഗ്രതയോടെ പ്രാർത്ഥിക്കാറില്ല. അതിൻ്റെ കാലതാമസം വരെ നമ്മൾ കാത്തിരിക്കണം. അതിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരണമെങ്കിൽ നമ്മൾ ആ കാലതാമസം വരെ വെളിപ്പെടുത്തി. പുൽപ്പറ്റിയിൽ നിന്ന് വായിച്ച് എൻ്റെ കണ്ണീര്, എൻ്റെ ഉള്ളിലുള്ള വേദന അന്ന് പുറത്തേക്കാണ് വന്നത്. അന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആ പാഠം വായിച്ചിട്ട് ഇറങ്ങിയത്. ഞാൻ വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചു. അപ്പം എൻ്റെ ഭാഗത്ത് തെറ്റാണ്, ദൈവവചനം വായിക്കാത്തതും പ്രാർത്ഥിക്കാത്തതും എൻ്റെ തെറ്റാണ് എന്ന് മനസ്സിലാക്കി അന്ന് മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ദൈവാനുഗ്രഹം കൊണ്ട് ഓരോ വചനങ്ങൾ വെളിപ്പെട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ കാണിക്കുവാൻ തുടങ്ങി. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എന്നാലും ദൈവവചനങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സുകളിൽ അത് നിൽക്കുന്നില്ല. ജോർജ് പാസ്റ്ററൊക്കെ എപ്പോഴും പറയും, നമ്മൾ ഒരു വചനം പഠിച്ച ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കണം എന്ന്.
പക്ഷെ ഞാൻ അത്രയൊന്നും വയ്ക്കാറില്ല. വായിക്കുമ്പോൾ അത് പെട്ടെന്ന് മറന്നു പോകും. അതേസമയം ദൈവം പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന ആ വചനം ഒറ്റ പ്രാവശ്യം വായിച്ചാൽ തന്നെ ആ വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ വചനം വെച്ച് പ്രാർത്ഥിക്കാനുണ്ട്. ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അനേക പ്രവൃത്തികളിലൂടെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാം, പ്രാർത്ഥിച്ചും വിഷമിച്ചിരിക്കുന്നവർക്ക് എന്ന് പറയാം മറുപടി ഒന്നും നൽകുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല. വീട്ടിലുള്ളവർ, സ്വന്തക്കാർ, അല്ലെ വീട്ടിൽ മക്കള് തന്നെ ചിലപ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കി ആയിരിക്കാം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്, ആരാധന അല്ലെ ഉപവാസക്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. എന്താ പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടിയത് എന്ന് ചോദിക്കുന്നവരുടെ മധ്യത്തിൽ ഇപ്പം ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ, ഏലിയാവ് ഭൃത്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവാണ് അത്രയും ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചത്. പക്ഷെ ഈ ഭൃത്യന്മാരിൽ ഒരുവൻ ചെന്ന് എന്ത് ചെയ്തു, ഇത് കാണാൻ വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയിലായിരുന്ന ആ ഭൃത്യന്മാരിൽ ഒരുവനാണ് ഈ പ്രാർത്ഥന ഫലം കാണാനിടയായത്. അതുപോലെ ഇന്ന് നമ്മളുടെ മധ്യത്തിൽ ചോദിക്കുന്നവരുടെ മധ്യത്തിൽ കാണാവുന്ന രീതിയിലും കേൾക്കാവുന്ന രീതിയിലും ദൈവം നമ്മെ ഉയർത്തും എന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനോട് തന്നെ വചനത്തിലൂടെ പ്രാർത്ഥിക്കുവാനും പഠിക്കണം. ഇപ്പം ഏലിയാവ് 6 പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷെ ആ വിശ്വാസത്തിലും പ്രാർത്ഥനയും തളർന്നിട്ടില്ല ഏലിയാവ്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ച് മാറി നിൽക്കാതെ ആമേൻ 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 ആ മക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം, ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ മക്കൾക്ക് അവർക്ക് പ്രതിഫലം കിട്ടും എന്ന് ഉറപ്പുണ്ട്. ആ വിശ്വാസത്തിൽ ദൈവജനത്തിലൂടെ നമ്മൾ നടക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, ഭയപ്പെടുവാൻ, ഭയഭക്തിയോടുകൂടി കടന്നു ചെല്ലുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കോഴി തൻ കുഞ്ഞിനെ കാക്കുന്ന പോലെ ദൈവം നമ്മളെ കാക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അതിൽ നിന്നും തയ്യാറാകാതെ മാറി നിൽക്കുന്നു? ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന് വച്ചാൽ ഒരിക്കലെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഒരു ക്രിസ്ത്യാനി. അത് മനസ്സിലാക്കി ജീവിതത്തിൽ കടന്നു ചെല്ലുവാൻ ഓരോ മക്കളെയും ബലപ്പെടുത്തുന്നവനാണ് ദൈവം. ഇന്ന് ദൈവം ആദ്യമായിട്ട് എനിക്ക് വെളിപ്പെടുത്തിയ ഒരു വചനമാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഇന്ന് നമ്മൾ ദൈവത്തോട് യാചിച്ചാലേ കിട്ടുള്ളൂ. അതിൻ്റെ 11-12 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തോട് യാചിക്കണം, നമ്മൾ മുട്ടണം. അങ്ങനെ മുട്ടി തുറക്ക തലമുറയിട്ട് നമ്മൾ ചോദിക്കുമ്പോഴാണ് ദൈവം നമുക്ക് മറുപടി നൽകുന്നത്. അങ്ങനെ ഈ ദോഷികളായ മക്കൾ, മകൻ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുവോ, മീനിനെ ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ എന്നുള്ള വചനം എനിക്ക് കിട്ടി. പക്ഷെ ദോഷികളായ നമ്മൾ, അതായത് പാപികളായ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് എത്രയധികം നല്ലത്, ഏറ്റവും നല്ലതിനെ നോക്കിയാണ് നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതും. എന്ത് ചെയ്താലും ഒരു നല്ലതിനെ നോക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിനോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ദൈവം എത്രയധികം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും എന്ന് ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ദൈവത്തോട് അടുക്കും തോറും ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നയിക്കുവാൻ, ചിലപ്പോൾ നമ്മൾക്ക് നേരിട്ട് ദൈവം കൊണ്ട് തരും എന്നല്ല, ഒരു മനുഷ്യനുടെ, വേറൊരാളുടെ, ഒരു ഫ്രണ്ടിലൂടെ ആയിരിക്കാം ദൈവം നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ച് നൽകുന്നത്. അത് നമുക്ക് ഒരു സഹായിയായി എത്തുവാൻ ഒരു ഫ്രണ്ടിനെയോ ഒരു അയൽക്കവാസിയോ, ചിലപ്പോൾ നമ്മൾ അറിയാത്ത ഒരു മനുഷ്യനെ ആയിരിക്കും ദൈവം നമ്മുടെ മുൻപിലേക്ക് അയക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ഫലമാണ് ഇത്രത്തോളം ഞങ്ങളെ എത്തിച്ചതും. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്രയും സംസാരിക്കുവാൻ തന്നെ നൽകിയ ഒരു കൃപ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അടുപ്പമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവവചനം വായിക്കുന്നത് കൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും, ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, പണി കളഞ്ഞിട്ടല്ല നീ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ. അല്ല പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമല്ല, പണിയാൻ പോയാലും നമ്മൾ എവിടെ പോയാലും, വീട്ടിലെ പണിയാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ, ആമേനപ്പം അവിടെ ഒരു പണിയില്ല,
ദൈവത്തെ ആരാധിക്കുവാൻ ആരും ഒരു തടസ്സവും ഉണ്ടാകില്ല. നമുക്ക് എപ്പോൾ വേണേലും ആരാധിക്കാം. നീ പണി കളഞ്ഞിട്ടാണ് ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല. 6 ദിവസവും അധ്വാനിച്ച് 7-ാം ദിവസം നീ ദൈവസന്നിധിയിൽ വന്ന് നിന്നെ കാപ്പാൻ ഒരാഴ്ചക്കാലം ദൈവം നൽകിയ കൃപയ്ക്കായി നന്ദിയുള്ളവരായി തീരുവാൻ നമുക്ക് ഇടയാവണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുത്തേ പറ്റൂ. നമ്മൾ ആദ്യമൊക്കെ ആകുമ്പോൾ അവരുടെ ഓരോ ആട്, പ്രാവ് ഇങ്ങനെയുള്ള ബലികളാണ് അർപ്പിച്ചിരുന്നത്. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്തോത്ര ബലികളും നന്ദിയും നമ്മൾ ദൈവസന്നിധിയിൽ ബലിയായി അർപ്പിക്കണം. നമ്മുടെ മനസ്സുകളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മളിൽ പ്രസാദമായി തീരുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടം അല്ല ആഗ്രഹം. ദൈവ ഇഷ്ടം നമ്മളെ കൊണ്ട് എന്താകണം, എങ്ങനെയാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ നടത്തുവാൻ ദൈവമാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ഇതുവരെ നമ്മളെ ഒരു വീഴ്ചയിലും വീഴ്ത്തിട്ടില്ല. വീണിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തിപ്പെടുത്തിയിട്ടുണ്ട്. വചനങ്ങളിലൂടെ പ്രാപ്തിപ്പെടുത്തിയിട്ടുണ്ട്, പ്രാർത്ഥനയിലൂടെ പ്രാപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നാൾ ഈ വചനം എടുത്ത മക്കൾക്ക് ഒരു നാൾ ലജ്ജയ്ക്ക് കുറവുണ്ടായിട്ടില്ല എന്ന് ദൈവവചനം പറയുന്നു. ഇന്ന് നമ്മൾ ഈ വചനം എടുത്തത് കൊണ്ട് ആരുടെയും മുമ്പിൽ നാണിക്കേണ്ടതില്ല, ആരുടെയും മുമ്പിൽ ലജ്ജിക്കപ്പെടേണ്ടതില്ല. ഈ വചനത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ദൈവം തൻ്റെ കാൽ കല്ലിൽ തട്ടാതപടി തങ്ങളെ കാത്തുരക്ഷിക്കുന്നവനാണ് ദൈവം. ആമേനപ്പാ, സ്തോത്രം. ഈ രീതികളിലൂടെ നടത്തുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കപ്പെടാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈ ക്രൂശെടുക്കുമ്പോൾ നമ്മൾക്ക് പലവിധമായ പ്രശ്നങ്ങളുണ്ടാവാം. ബന്ധുക്കൾ നമ്മളെ അകറ്റിയെന്ന് വരാം, നമ്മുടെ കൂടപ്പിറപ്പുകൾ അകറ്റിയെന്ന് വരാം, നമ്മുടെ കൂടെ അത്രയധികം സ്നേഹത്തിലും ആഴത്തിലും ആയിരുന്ന, ഒരുമിച്ച് കൂടിയിരുന്ന, അല്ല ഒരു പാത്രത്തിൽ കഴിച്ചിരുന്ന കൂട്ടുകാർ നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയേക്കാം, നമ്മളെ അകറ്റി നിർത്തിയേക്കാം. ഇങ്ങനെയുള്ള ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തിൽ നിന്നും അകന്നു പോകാതിരിപ്പാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നടക്കണം. ഇന്ന് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയാവോ? പ്രാർത്ഥനാ ജീവിതമാണ്. ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മാത്രമേ നമ്മൾ മറ്റു ആയുധങ്ങളെ നമ്മൾ തകർത്ത് കളയുവാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥന ഇന്ന് യേശു പ്രാർത്ഥന തിരുവചനങ്ങളിലൂടെ പറയുന്നത്, യേശു അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഇറങ്ങി, ആ മലമുകളിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി. ഇതാണ് ആ സുവിശേഷങ്ങളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന, ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ദൈവം പ്രാർത്ഥിക്കാതെ ഒരു കാര്യവും നടന്നിട്ടില്ല. അതാണ് ശിഷ്യന്മാരോട് പറയുന്നത്. ഒരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ഈ സമയം പ്രാർത്ഥിച്ചുകൂടെ എന്ന് ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനത്തിലൂടെ നമ്മളെ കാത്തു പരിപാലിക്കും. എൻ്റെ ജീവിതത്തിലൂടെ നടത്തിയ കാര്യങ്ങൾ ഇന്ന് അത്രയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകിയിട്ടുണ്ട്. എൻ്റെ മക്കളുടെ ജീവിതങ്ങളിലും ദൈവം അനുഗ്രഹമായ പലവിധമായ കാര്യങ്ങളിലും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് തക്കതായ സമയത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം മക്കളിലൂടെ തന്നെ അവരെ വെളിപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയധികം വിശ്വാസത്തോടെ നിൽക്കുവാൻ എനിക്ക് ദൈവം നൽകിയ ഒരു വലിയൊരു കൃപ തന്നെയാണ്. എനിക്ക് അധികം ദൈവവചനങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ല, എങ്കിലും ഇത്രത്തോളം ഇന്നും വായിക്കുന്നുണ്ട്. പക്ഷെ വായിച്ചാൽ മനസ്സിലാകത്തില്ല. എന്നാലും ദൈവം എനിക്ക് നൽകുന്ന ഈ പ്രവൃത്തികളിലൂടെ, ദൈവത്തിലൂടെ, അതായത് ദൈവത്തെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറും. നമ്മളായിട്ട് മാറ്റേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നത് മാറ്റിക്കളഞ്ഞു, ഇന്ന പാവം മാറ്റി, അങ്ങനെ അല്ല ദൈവം നോക്കുന്നത്. ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ആ ക്രൂശിലൂടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാനിടയാകുന്നുണ്ട്. ദൈവം അങ്ങനെയാണ് ദൈവം നമ്മളെ വഴി നടത്തുന്നത് ഓരോ വചനങ്ങളിലൂടെ. അതായത് ഇപ്പം നമ്മൾ ഓരോ പ്രശ്നങ്ങളിൽ കടന്നു വന്നുവെങ്കിലും അതിനെ തരണം ചെയ്യുവാൻ വേറൊരു വഴിയും ദൈവം കണ്ടെത്തി വെച്ചിട്ടുണ്ടാവാം. ആമേൻ. ദൈവം അങ്ങനെയാണ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നല്ല ഭയഭക്തിയോടുകൂടിയും ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സന്മനസ്, അതായത് നമ്മുടെ മനസ്സുകളുടെ വാതിലുകളെ തുറന്നു കൊടുക്കണം, നമ്മുടെ കണ്ണുകളെ തുറന്നു കൊടുക്കണം, ചെവികളെ തുറന്നു കൊടുക്കണം. അതെ, വിശ്വാസം എന്നത് കേൾവിയായാലും, കേൾവി എവിടെയാണ് വരുന്നത്? തിരുവചനത്തിലൂടെ. ഈ വചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് നടക്കുന്നവർക്ക് ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ കൊടുക്കുവാൻ സന്നദ്ധനാണ്. ഹൃദയം നുറുങ്ങി അങ്ങയുടെ തിരുമുൻപാകെ നിൽക്കുമ്പോൾ ഒരുത്തരെയും ദൈവം കൈവിട്ടിട്ടില്ല. ദൈവം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നാളും ആ കണ്ണീരിന് വിലയില്ലാതെ പോകില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ
കൂടുതൽ അറിയുവാനും അറിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ദൈവം അത്രയേറെ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം കൂടുതൽ അനുഗ്രഹങ്ങളെ തരട്ടെ. അതുപോലെ നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അവനെ രുചിച്ചറിയുവാൻ, തൊട്ടറിയുവാൻ, അടുത്തിരിക്കുവാൻ, അവനോടുകൂടി സംസാരിക്കുവാൻ. മോശയോടുകൂടി ഇരുന്ന ദൈവം നമ്മോടുകൂടെ ഇരിക്കും, നമ്മളെ നടത്തുവാൻ സന്നദ്ധനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനങ്ങളുടെ ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ആശീർവദിക്കട്ടെ, സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.